അതൊക്കെയായിരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. എന്നാൽ GD റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. പറഞ്ഞു GD റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് വെച്ച് എടുത്ത് വെച്ചേക്കത്തില്ലെന്ന് വെച്ചു. അയ്യോ അത് കുഴപ്പമില്ല, അതൊരു 3 ദിവസം കൊണ്ട് സാധനം കിട്ടുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും ക്ഷമിച്ചില്ല, ഇനി അതും കൂടെ ക്ഷമിക്കാമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ 8 ദിവസത്തോളം പിന്നെ ഷോറൂമിൽ ഇരുന്ന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂപ്പിറ്ററിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് നാളായി. പലരും ചോദിച്ചാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ജൂപ്പിറ്ററിൻ്റെ വീഡിയോ ചെയ്യാത്തതെന്ന്. കാര്യം വേറൊന്നുമല്ല, അത് കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാറുന്നത്. എന്തായാലും ആ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നേരെ വണ്ടിയുടെ ബാക്കിൽ കയറിക്കോ, കഥ ഞാൻ പറഞ്ഞുതരാം. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു വണ്ടി കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കാട്ടിത്തന്നൊരു അനുഭവമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് സംഭവിച്ചത്. അതായത് ഒരു 3 മാസത്തെ മുന്നേ സംഭവിച്ചൊരു കാര്യം. അതായത് ജൂൺ 6-ാം തീയതി എൻ്റെ വണ്ടി ഒന്ന് ആക്സിഡൻ്റായി. സംഭവം വലിയ ആക്സിഡൻ്റ് ഒന്നും അല്ലായിരുന്നു, ചെറിയ ആക്സിഡൻറ്റ് തന്നെയായിരുന്നു. ഒന്ന് വണ്ടി ഒരു വളവ് തിരിഞ്ഞു വന്നപ്പോൾ ഒരു പട്ടി എടുത്ത് കുറുക്കിയാടി. പെട്ടെന്ന് വണ്ടി ഒന്ന് ബ്രേക്ക് പിടിച്ചു, വളവും കൂടെ ആയിരുന്നു, കുറുക്കിയാടി വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് തട്ടുകയും ചെയ്തു. വണ്ടി വീണു. സംഭവം എനിക്ക് നല്ല പരിക്ക് പറ്റി. പരിക്കെന്ന് പറഞ്ഞാൽ വണ്ടി ജസ്റ്റ് ഒന്ന് വീണതേ ഉള്ളൂ. പക്ഷേ എൻ്റെ കാല് ചെന്ന് സൈഡിൽ പാറക്കല്ലുണ്ടായിരുന്നു, പാറക്കല്ലിൽ ചെന്ന് തട്ടി. സംഭവം വീടിൻ്റെ അടുത്തായതുകൊണ്ട് അപ്പോഴത്തന്നെ എന്നെ അറിയാവുന്ന ആൾക്കാരും ഒക്കെ വന്ന് നല്ല രീതിക്ക് അപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുത്തുകൊണ്ട്. എനിക്ക് എണീച്ച് നിൽക്കാൻ പോലും വയ്യായിരുന്നു ആ ഒരു അവസ്ഥയായിരുന്നു. കാരണം കാലിൻ്റെ ചിരട്ട മുട്ടിൻ്റെ ചിരട്ട ഉണ്ടല്ലോ, ആ ചിരട്ട പൊട്ടിപ്പോയി, 2 പീസായിപ്പോയി. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ തന്നെ കയറ്റി. അപ്പോൾ അടുത്ത് തന്നെ KTCT എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്, അവിടെ കയറ്റി. അവർ പറഞ്ഞ് സർജറി ചെയ്യാനേ വഴിയുള്ളൂ, വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്യാൻ വേണ്ടി കയറ്റി സർജറി ചെയ്തു. പിറ്റേന്ന് സർജറി ചെയ്തു. അപ്പോൾ 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീടെത്തിയപ്പോഴും വണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവൻ തന്നെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവച്ചു. അപ്പം വണ്ടിക്ക് പറയത്തക്ക ഒരു വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞ് വീണ് ഒത്തിരി ഒരു ഡാമേജ്, അതായത് പൊട്ടലോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് പെയിൻറ്റ് പോയ കാര്യങ്ങൾ, സൈഡ് പീസ്, അതായത് ഈ ലിവർ കാര്യങ്ങളൊക്കെ. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇടത് സൈഡാണ് വണ്ടി വീണത്. ഇടത് സൈഡ് വീണതുകൊണ്ട് സാധാരണ സംഭവിക്കുന്നതൊക്കെ ഇത് ബെൻഡായിരുന്നു, ഇതൊന്ന് വളഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഇത് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രിപ്പ് പഴയത് തന്നെയാണ്, ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ അറിയാം പഴയ ഗ്രിപ്പ് തന്നെ കിടക്കുന്നത്. പിന്നെ ഇവിടെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് കുറച്ച് ഇത്ര ഭാഗത്ത് 2 സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പാർട്സ് മാറി. പിന്നെ ഈ സൈഡിലത്തെ ഈ പാർട്സ് മാറി. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ ഈ മഡ്ഗാർഡ് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഇവിടെയായിരുന്നു സ്ക്രാച്ച്, പക്ഷേ ഇവിടെ എന്തോ ഒരു ടച്ചപ്പ് കണക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. മാറിയെന്ന് തോന്നുന്നു. വേറെ ഒന്നും മാറിയിട്ടില്ല. വേറെ മാറാന്ന് വെച്ചാൽ വേറെ മാറാനായിട്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇന്ന് തന്നെ ഈ ഫുഡ് റെസ്റ്റ് പഴയത് തന്നെയാണ്. പഴയ വീഡിയോസൊക്കെ കണ്ടവരൊക്കെ അറിയാണ്ട് 2 സ്ക്രാച്ച് അന്ന് സംഭവിച്ചാണ്, പഴയത് തന്നെയാണ്. അതിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ സൈഡ് സ്റ്റാൻഡ് അവർ തട്ടി നൂത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ സാധനം നമ്മൾ കാലുകൊണ്ട് തട്ടുന്ന സാധനം ഒന്ന് വളഞ്ഞായിരുന്നു. അപ്പോൾ അത് അവർ എന്തോ കമ്പ്യൂട്ടർ ആയിരിക്കും നൂത്തിട്ടുണ്ട്. സ്ക്രാച്ചൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അത്ര പാർട്സ് മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും മാറിയിട്ടൊന്നുമില്ല. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു ജസ്റ്റ് ചരിഞ്ഞ് വീണതായതുകൊണ്ട് വേറെ ഉരഞ്ഞ് നീങ്ങുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെന്ന് ഇടിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് വേറെ ബെൻഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ആകെ ഒരു പാർട്സുകൾ മാത്രം, ഈ 3-4 പാർട്സുകൾ മാത്രമാണ് മാറിയത്. അതിനാണ് എൻ്റെ ഇത്രയും നാളുകൾ അവിടെ ചിലവഴിക്കേണ്ടി വന്നത്. പിന്നെ മെയിൻ സംഭവം ഇവനാണ് മെയിൻ താരം, നമ്പർ പ്ലേറ്റ്. പിന്നെ ഈ ആദ്യമായിട്ടാണ് ഞാൻ ട്രാവലിംഗ് വീഡിയോ അങ്ങനെയൊന്ന് നോക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. വേറൊരു ഫോണിലാണ് ചെയ്യുന്നത്. അപ്പം പരിമിതികളും സൗണ്ടിൻ്റെ പ്രശ്നവും ഷേക്കോ കാണും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ഈ പോകുന്ന സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ്. ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു ആലപ്പുഴ പോലെ ഇരിക്കുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ചെറിയ കീഴും കടക്കാവിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അറിയാമല്ലോ, കടൽ ഓരോ പ്രദേശമായിരിക്കും. അയ്യോ കട്ടർ, ഇത് മിക്കവാറും ആടി വീഡിയോ ഇതിലല്ലോ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വീടെത്തി. ഇപ്പോൾ ഞാൻ വണ്ടി ഓക്കെ, ഞാൻ സംഭവം കാണിച്ചു തരാം. അത് നിങ്ങളത് കാണണം കേട്ടോ. ഒരു വ്യൂ ആണേ അത്. ഇപ്പം ഈ വണ്ടി ഈ പാലം കയറി ചെല്ലുമ്പോൾ ഒരു വ്യൂ ഉണ്ടേ, എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടോ. എന്താ കാണുന്നേ, സൂപ്പറല്ലേ, അടിപൊളിയാട്ടോ ഇവിടുത്തെ സ്ഥലം. ഇത് അഞ്ചിയങ്ങാണ് കേട്ടോ, കടല. അഞ്ചിയങ്ങിൽ നിന്ന് നമ്മൾ പെരുമാതുറ മുതലപ്പൊഴിയിലോട്ട് പോവുക.
അപ്പം അറിയാമല്ലോ. അയ്യോ പഠിക്കുന്നുണ്ട്, നല്ല സ്ഥലമായിരിക്കും. അങ്ങനെ ഞാൻ വീടെത്തി വണ്ടി അങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ്. വീട്ടിലേക്ക് ഞാൻ നോക്കിയപ്പം ഭയങ്കര വലിയ സ്ക്രാച്ചൊന്നുമില്ല. പക്ഷേ നമ്മളെ അവസ്ഥ അറിയാമല്ലോ, കിടപ്പാണ്. കാരണം പറഞ്ഞാൽ മൊത്തം ഫുള്ള് തുട തൊട്ട് കാലിൻ്റെ കണ്ണ വരെ മറ്റേ സാധനം ഇട്ടേക്കുക, അതുകൊണ്ട് അരങ്ങാൻ പോലും പറ്റത്തില്ല. നമ്മൾ കിടപ്പാണ്. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോറൂമിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലെന്ന് വെച്ച് ഷോറൂമിൽ വിളിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വണ്ടി ആക്സിഡൻ്റ് ആയി, ഇൻഷുറൻസ് ചെയ്യണം. അപ്പോൾ ആദ്യം ചോദിച്ചു സ്ക്രാച്ചൊക്കെ ആണെന്ന് വെച്ചു. അത് ചെറിയ സ്ക്രാച്ചൊക്കെ. അപ്പോൾ സ്ക്രാച്ചൊന്നും വലിയ സ്ക്രാച്ചിനൊന്നും ചെറിയ സ്ക്രാച്ചിനൊന്നും അവർക്ക് വലിയ ഇതൊന്നും കിട്ടത്തില്ല, എന്നാലും നോക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി എന്തായാലും നല്ലതുപോലെ റെഡിയാക്കി എടുക്കണം, അതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ വണ്ടി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ എനിക്കിപ്പോൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറഞ്ഞു എപ്പോഴായിരുന്നാലും കൊണ്ടുവന്നാൽ മതി, അതനുസരിച്ച് ഇൻഷുറൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 6-ാം തീയതിയാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. 8-ാം തീയതി വണ്ടി വീടെത്തി. പിന്നെ ഒരു 24-ാം തീയതിയാണ് ഞാൻ ഈ വണ്ടി കൊണ്ടുവന്ന് ഷോറൂമിൽ കൊടുക്കുന്നത്. ഷോറൂമിൽ ഇത് സർവീസിന് വേണ്ടി. അപ്പോൾ ഷോറൂമിൽ കൊടുത്തപ്പോൾ അവർ വണ്ടിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞു ഇത് ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ അല്ലേ, ഇതിന് ഇൻഷുറൻസ് ഒന്നും കിട്ടത്തില്ല, ഈ ലിവർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊക്കെ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഫുൾ കവറേജാണ്. നമ്മളൊരു വണ്ടി ഫുൾ കവറേജ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അത് മാറ്റി തരേണ്ട ഉത്തരവാദിത്തം ഷോറൂമിനും ഇൻഷുറൻസ് കമ്പനിക്കാർക്കും അല്ലേ. അങ്ങനെ പറഞ്ഞാണല്ലോ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. 9,500 രൂപയാണ് നമ്മൾ ഈ 5 വർഷത്തേക്ക് ഇൻഷുറൻസ് എടുക്കുന്നത്, അതിൽ 1 വർഷം ഫുൾ കവറേജ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി കറക്റ്റ് പുതിയ സാധനം കിട്ടിയേ പറ്റുള്ളൂ, ഒരു സ്ക്രാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ക്രാച്ച് മാറിയേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ GD റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. പറഞ്ഞു GD റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് വെച്ച് എടുത്ത് വെച്ചേക്കത്തില്ലെന്ന് വെച്ചു. അയ്യോ അത് കുഴപ്പമില്ല, അതൊരു 3 ദിവസം കൊണ്ട് സാധനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ ഈ സ്ഥലം കണ്ടോ കേട്ടോ, സൂപ്പറാട്ടോ. 3 ദിവസം കൊണ്ട് സാധനം കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ. പിന്നെ നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കിടപ്പാണ്. നമുക്ക് ഇറങ്ങി പോകാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല, ആരവസ്ഥയെ കിടക്കുക. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിച്ചൊക്കെയാണ് വിടുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ പോലെ തന്നെ പറഞ്ഞു വിട്ടു, അക്ഷയ പോയിട്ട് ഇതിനൊക്കെ GD റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞപ്പം അങ്ങനെ GD റിപ്പോർട്ട് അപ്ലൈ ചെയ്തു. 24-ാം തീയതി അപ്ലൈ ചെയ്തു. 28 ആ മാസം കഴിഞ്ഞിട്ട് സംഭവം GD റിപ്പോർട്ട് വരുന്നില്ല. നമ്മളങ്ങനെ അവിടെ അക്ഷയ പോയി തിരക്കി പറഞ്ഞു അത് വരേണ്ടതാണ്, എന്തോ വന്നില്ല. പിന്നെ ഒരു 3-ാം തീയതി ആയപ്പോഴും സ്റ്റേഷനിൽ നേരിട്ട് പോയി, കല്ലമല സ്റ്റേഷനിൽ ചെന്ന് വന്നപ്പോൾ അവിടെ പറഞ്ഞു അവിടുത്തെ റൈറ്റർ കോടതിയിലാണ്ട പോയേക്കാം, ഇപ്പോഴൊന്നും വരത്തില്ല, നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് സംഭവം വിളിച്ചായിരുന്നു. സംഭവം അന്നല്ല 5-ാം തീയതി എന്നെ വിളിച്ചായിരുന്നു. 5-ാം തീയതി വിളിച്ചിട്ട് സംഭവങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ആക്സിഡൻ്റാണ് പറ്റിയത് അതൊക്കെ ചോദിച്ചാൽ പറഞ്ഞു. അങ്ങനെ അവരെ എഴുതിയെടുത്തിട്ട് അവർക്ക് പിറ്റേന്ന് തന്നെ GD റിപ്പോർട്ട് വന്നു. അങ്ങനെ സംഭവം പോയി ഞാൻ ഒരാളെ വിട്ടിട്ട് എൻ്റെ പ്രിൻ്റ് അടിപ്പിച്ചപ്പോൾ എന്തുവാ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, അഡ്രസ്സ് കാര്യങ്ങൾ ആക്സിഡൻറ്റ് പറ്റി പൊട്ടിയെടുത്ത് കുറിക്കേണ്ടി ഇതൊക്കെ ഓക്കെയാണ്. വണ്ടിയുടെ നമ്പർ വേറെ ഏതാ, വണ്ടിയുടെ നമ്പർ ഒരു വർക്കല രജിസ്ട്രേഷൻ വണ്ടിയുടെ നമ്പരാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായി പോയിട്ട്, നമ്മൾ ഇത്രയും കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടിയ സാധനം ഇങ്ങനെ ആയപ്പോൾ ഉള്ള അവസ്ഥയായി. അങ്ങനെ അപ്പോഴത്തന്നെ ഞാൻ അപ്പോൾ ഒരു ഫോട്ടോ അയച്ചത് ഞാൻ പറഞ്ഞു ഇത് നമ്പർ വ്യത്യാസത്തോട് തെറ്റാണെന്ന് പറഞ്ഞു. അക്ഷയ ചോദിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടുന്ന് കറക്റ്റായി വിട്ടേക്കുന്നത് അവിടെ നിന്നുള്ള കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അക്ഷയയിൽ ആ ലേഡി എന്നെ വിളിച്ചു കേട്ടോ. അവിടെ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു GD റിപ്പോർട്ട് വന്നു അതിൻ്റെ ഡേറ്റ് വ്യത്യാസമാണെന്ന് പറഞ്ഞപ്പോൾ അവർ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, എഡിറ്റ് ചെയ്തേക്കാന്ന് പറയും. നമ്മൾ 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു അത് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഫോൺ എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് വിളിച്ചിട്ടും കിട്ടിയില്ല. 3-ാമത്തെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ നിങ്ങളെ കംപ്ലൈൻ്റ് ആണ്, അത് പ്രശ്നമാണ്, അത് അവർ കുറേ ദിവസം കൊണ്ട് വന്ന് കയറി ഇറങ്ങുക, ഒന്ന് റെഡിയാക്കി അയക്കുമെന്ന് വെച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് പുതിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ GD റിപ്പോർട്ട് നിങ്ങൾ അയക്കണം, അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ ശേഷം പുതിയ അയച്ചു തരും എന്നും പറഞ്ഞു. അവർ പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല, എന്താ പറയുക, നമ്മൾ സാധാരണക്കാരല്ലേ. അങ്ങനെ വീണ്ടും പുതിയത് അയച്ചു. അതായത് 9-ാം തീയതി പുതിയത് അയച്ചു. 9-ാം തീയതി പുതിയതിന് കൊടുത്തിട്ട് കിട്ടുന്നത് 18-ാം തീയതിയാണ് കിട്ടുന്നത് 2-ാമത്തെ GD റിപ്പോർട്ട്. ഭാഗ്യത്തിന് അത് കറക്റ്റ് ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അതും കൊണ്ട് അവിടെ കൊടുത്തു. ഇപ്പം ഷോറൂമിൽ ഇത് മാനേജറായിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ എടുക്കുന്നത്. പുള്ളി പറഞ്ഞു ഒരു 2 ദിവസം നമുക്ക് വണ്ടി ഇറക്കാം. ഞാൻ പറഞ്ഞു സന്തോഷം. ഇതും ഞാനല്ല കേട്ടോ പോകുന്നത്, എത്രയും നമ്മുടെ വീട്ടിൽ കിടപ്പാണ്. പിന്നെ ഈ സ്ഥലം കണ്ടു കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ആലപ്പുഴ കണക്കുള്ള ഒരു ഫീലിംഗ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതേ ഒരു ചെറിയൊരു ഫീലിംഗ് കിട്ടുന്ന സ്ഥലമാണ്. ഞാനൊന്ന് ഇറങ്ങി കാണിച്ചു തരാം. എന്തിനാണ് ചുമ്മാ നിങ്ങളെ ഇങ്ങനെ എത്തി നോക്കാൻ വേണ്ടി പറയുന്നത്, ഇത് എനിക്ക് തന്നെ നേരെ പോയി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സ്ഥലം കാണിച്ചിട്ട് ഞാൻ അങ്ങ് വേണ്ട, ഞങ്ങൾ താഴോട്ട് വണ്ടി ഇറങ്ങി കാണിച്ചു തരാം. നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ. ഇവിടെ മൊത്തം തിരക്കാം, ഇവിടെ മൊത്തം തിരക്കും വണ്ടി ഡിസ്റ്റർബൻസ് ഒക്കെയാണ്. നല്ല വൃത്തിയാണല്ലോ റോഡൊക്കെ.
അങ്ങനെ 2 ദിവസം എന്ന് പറഞ്ഞു. ഈ 18-ാം തീയതി കൊടുത്തിട്ട് പറഞ്ഞു 2 ദിവസം കൊണ്ട് വണ്ടി കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, സന്തോഷം. 2 ദിവസം കൊണ്ടൊക്കെ വണ്ടി കിട്ടും. എന്നാലും നമുക്ക് വണ്ടി എപ്പോഴൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെയൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചൊന്നുമില്ല കേട്ടോ. കാരണം ഒരു റെഡിയാക്കുമ്പോൾ തരട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചോദിച്ചു ഇത് കണക്ക് എന്താണ് വണ്ടി കിട്ടുമോ. ഇതിനിടയ്ക്ക് വെച്ചാൽ അവർ GD റിപ്പോർട്ടിന് വന്ന് ഭയങ്കര പെട്ടെന്ന് GD റിപ്പോർട്ട് കിട്ടിയ വണ്ടി ഇറക്കാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കിട്ടിയാലല്ലേ എനിക്കിപ്പോൾ എഴുതി മേടിക്കാൻ പറ്റുമോ, സ്റ്റേഷനിലെ കാര്യമല്ലേ. അങ്ങനെ ഞാൻ അടുത്ത മാനേജർ വെച്ച് വണ്ടി ഇറങ്ങുമെന്ന് വെച്ചാൽ പറഞ്ഞു അവർ സ്ഥിരം ഓരോ ഡയലോഗുകളുണ്ടല്ലോ, അതായത് സ്റ്റോക്ക് എടുപ്പ് കാര്യങ്ങൾ. ഇപ്പോൾ എറണാകുളത്ത് നിന്നാണ് പാഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ സ്റ്റോക്ക് എടുപ്പ് നടക്കുക. സത്യമാണോ അല്ലെങ്കിലും ഉണ്ടല്ലോ നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കൂടുതലാണല്ലോ. കാരണം നമുക്കൊരു വണ്ടി ഇപ്പം ഞാൻ ഓടിച്ചില്ലെങ്കിലും നമുക്കൊരു ആവശ്യങ്ങളാണല്ലോ. നമുക്കൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആരെയെങ്കിലും ഇപ്പം ചേച്ചിയുടെ മോനൊക്കെ വീട്ടിലുണ്ട്, അവരെയൊക്കെ കൊടുത്തു വിടാമല്ലോ വണ്ടി. പക്ഷേ അതിന് പോലും പറ്റാത്തൊരവസ്ഥയിൽ വണ്ടി അവിടെ കൊണ്ട് കളഞ്ഞേക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ചോദിച്ചപ്പോൾ അവസാനം അവർ വണ്ടിയുടെ പാർട്സ് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി കിട്ടാനുള്ളത് മറ്റേ ഫ്രണ്ട് മഡ് ഗാർഡ്, അത് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ആ മഡ് ഗാർഡും കൂടെ കിട്ടിയാൽ മതി. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ കിട്ടട്ടെ, അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുമെങ്കിൽ എങ്കിൽ ഞാൻ മഡ് ഗാർഡ് കൂടെ കിട്ടട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടും വെയിറ്റ് ചെയ്ത് ഏറ്റവും അവസാനം വണ്ടി കിട്ടിയതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 14-ാം തീയതി ശനിയാഴ്ച, അതായത് 54 ദിവസമാണ് വണ്ടി ഷോറൂമിനകത്തിരുന്നത്. 54 ദിവസം. ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ പറ്റി വണ്ടി ഷോറൂമിൽ കയറ്റിക്കഴിഞ്ഞാൽ 1 മാസമാണ് വണ്ടി ഇറങ്ങാറെന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മളെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പോൾ വണ്ടി കിട്ടാൻ നേരത്ത് ഞാൻ ആദ്യമേ ഇൻഷുറൻസിൻ്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇൻഷുറൻസിൻ്റെ ഇതിന് ഞാൻ അടുത്ത് പറഞ്ഞു ഇത് വണ്ടിക്ക് ഒരു എഴുത്തുകൂലി എന്ന് പറഞ്ഞാൽ പേപ്പർ വർക്ക് കാര്യങ്ങൾ ഒരു ചെറിയ എമൗണ്ട്, ഒരു 1500-2000 രൂപയ്ക്ക് അകത്തുള്ള എമൗണ്ടൊക്കെ ആവുള്ളൂ, അത് പേ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ബാക്കി പൈസ ഇവർ ഇൻഷുറൻസിന് എടുക്കുമല്ലോ. കാരണം നമ്മൾ കണ്ടിട്ടുള്ള എങ്ങനെയാണ്, അങ്ങനെ ഒരു ആക്സിഡൻ്റൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ, ഒരു പൈസ പേ ചെയ്യുന്നത് അവരായിരിക്കും, ഇൻഷുറൻസ് കമ്പനിക്കാരായിരിക്കും. നമുക്ക് ഡിസ്ചാർജ് ആക്കി വരാൻ ചെയ്യാം. അതുപോലെ ഞാൻ വിചാരിച്ചു നമ്മൾ ഇത്രയും നാൾ വണ്ടി ഇടുന്നതല്ലേ, അപ്പോൾ ഇത്രയും നാൾ ഇടുന്നതുകൊണ്ട് വണ്ടി പേയ്മെൻറ്റൊക്കെ അവർ ക്ലിയർ ചെയ്ത് ബാക്കി പറഞ്ഞൊക്കെ അവർ പേപ്പർ വർക്കിൻ്റെ പൈസ ആയിരിക്കും അവരെടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നുമല്ല, നമ്മൾ ഫുൾ എമൗണ്ട് അടയ്ക്കണം. അതായത് അവർ പറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5374 രൂപ. 5374 രൂപ. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഇത് ലാസ്റ്റ് പിന്നെ ഒരു സീനുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 8 ദിവസം പിന്നെ വണ്ടി ഷോറൂമിൽ ഇരുന്നു. അതാണ് ഈ 54 ദിവസമായി. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം അവർ വെച്ചു വണ്ടിയൊക്കെ സാർ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ് എത്തിച്ചിരുന്നെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞ സംഭവം വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് അത് പൊട്ടിപ്പോയതാണ്. അയ്യോ അങ്ങനെയാണോ, അപ്പോൾ പിന്നെ നമ്പർ പ്ലേറ്റ് ആണെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഒന്ന് ഇത് RTOയിലൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വരും, അതൊരു 3-4 ദിവസത്തിനകത്ത് വെച്ച് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നിങ്ങൾക്കെങ്കിൽ ഒരു വാക്ക് എൻ്റെ അത് ചോദിച്ചുകൂടായിരുന്ന ഈ നമ്പർ പ്ലേറ്റ് ഉണ്ടോ ഇല്ലെന്നുള്ളത്. കാരണം ഇത്രയും ദിവസം അവർ കിടക്കുമല്ലായിരുന്നു. ഇത്രയും ദിവസത്തിനാകുമ്പോൾ വെച്ച് അവരൊക്കെ എന്താണോ ചെയ്തെടുക്കാമായിരുന്നല്ലോ. നമ്മൾ ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ അവരൊക്കെ ഇതിനിടയ്ക്ക് വെച്ച് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പർ പ്ലേറ്റ് അവരെ ഷോറൂമിൽ വന്നിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ സോറി എല്ലാത്തിനും ഒരു സോറി പറയും. നമുക്ക് എന്ത് സംഭവിച്ചാലും ഒരു മിസ്റ്റേക്ക് പറ്റിയണക്ക് സോറി അങ്ങ് പറഞ്ഞങ്ങ് ഒഴിവാകും. പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും ക്ഷമിച്ചില്ല, ഇനി അതും കൂടെ ക്ഷമിക്കാമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞൊക്കെ 8 ദിവസത്തോളം പിന്നെ ഷോറൂമിൽ ഇരുന്ന്. അപ്പോഴാണ് ഈ പറഞ്ഞ എമൗണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞിരുന്നത്, ഞാൻ ഇത്രയും ദിവസത്തിനിടയ്ക്ക് കാരണം ഞാൻ പറഞ്ഞത് 8 ദിവസം പിന്നെ വണ്ടി ഷോറൂമിൽ ഇരിക്കുകയാണല്ലോ. കാരണം ഇപ്പം ആ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, അപ്പോൾ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ഈ ബില്ലെല്ലാം അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും പണി കഴിഞ്ഞുകൊണ്ട് ബാക്കി നമ്പർ പ്ലേറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആ എമൗണ്ട് നമ്മുടെ അടുത്ത് പറയാമായിരുന്നു. പക്ഷേ ആ എമൗണ്ട് അവർ പറയാതെ ഏറ്റവും അവസാനം പെട്ടെന്നൊരു ശനിയാഴ്ച ദിവസമാണ് ഉച്ചയ്ക്ക് ശേഷം പറയുകയാണ് വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്ര രൂപ വണ്ടി എടുത്തുകൊണ്ട് വന്നു. സത്യം പറഞ്ഞാൽ ഒരു 2-3 മാസമായിട്ട് നമ്മൾ ഈ പരിക്കം പറ്റി ഒരു പണിക്കും പോകാതെ കിടന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞുണ്ടല്ലോ, ഭയങ്കര ഒരു അവസ്ഥയിൽ കിടക്കണ നമ്മുടെ അടുത്ത് ഇത്ര എമൗണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാനാണ്. പിന്നെ എന്തോ എനിക്കൊരു വാശി കണക്കായി പോയി, വണ്ടി എങ്ങനെയെങ്കിലും ഇറക്കിയേ പറ്റുള്ളൂ എന്നുള്ള ഇതുള്ളതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കടം മേടിച്ച് ഞാൻ വണ്ടി ഇറക്കി. അങ്ങനെ വണ്ടി ഇറക്കി വീട്ടിൽ കൊണ്ടുവന്നു. വണ്ടി ഒരു എന്താ പറയുക, ഒരു ഭയങ്കര നമുക്കൊരു ആപത്ത് വരുമ്പോഴേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എടുക്കാനൊന്നുമല്ല,
ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ഇത് എന്തായിരുന്നാലും ഇത് കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ വിളിച്ചായിരുന്നു, നിങ്ങൾ പാസ്ബുക്ക് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പാസ്ബുക്കിൽ എന്താ കുഴപ്പം, അത് പഴയ SBTയുടെ SBIയുടെ വേണമെന്ന്. ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഇപ്പോഴും പതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇല്ലല്ല നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ SBIയുടെ കാർഡ് തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു, അതായത് പാസ്ബുക്ക്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ പുതിയ അപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ അപ്ലൈ ചെയ്ത് പുതിയത് തരാം. എന്നിട്ട് അവർ പറഞ്ഞു, എന്നിട്ട് ഞാൻ അടുത്ത് ചോദിച്ചായിരുന്നു ചെക്ക് ഉണ്ടെങ്കിൽ പറ്റുമെന്ന് ചോദിച്ചു. ചെക്ക് ഉണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ചെക്ക് പുതിയ ചെക്കാണോ? ഞാൻ പറഞ്ഞു അതേ പുതിയ ചെക്കാണ്, ഇപ്പോൾ SBIയുടെ ചെക്കാണ്. അത് മതിയെന്ന് വെച്ചു. കാരണം ഞാൻ അവരൊക്കെ പാസ്ബുക്ക് അതിൻ്റെ ചെക്കിൻ്റെ കോപ്പി അവരൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്തു. അത് എന്തോ ശരിയായെന്നാണ് തോന്നുന്നത്. കാരണം ഒരു കാര്യം കഴിഞ്ഞിട്ട് അവരൊരു റിപ്ലൈ തരുമോ അല്ലെങ്കിൽ ഇത് ഓക്കെയാണ് ഇത് കൊണ്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു റിപ്ലൈ പോലും അവർ തന്നിട്ടില്ല. ഇതാണ് നമുക്കൊക്കെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നേടിയെടുക്കുന്നത് വലിയൊരു കഷ്ടപ്പെട്ടൊരു അവസ്ഥയാണ് കേട്ടോ. കാരണം ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഒരു 3-ാമത്തെ ദിവസമാണ് വണ്ടി എടുത്തത് വണ്ടി എൻ്റെ കൈ കിട്ടിയത്. അത്രയും ഫാസ്റ്റായിട്ട് ചെയ്തു. നമ്പർ പ്ലേറ്റ് 3 ദിവസം കൊണ്ട് കിട്ടി. ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ എല്ലാം വളരെ പെട്ടെന്നാണ് കിട്ടിയത്. പക്ഷെ നമുക്കൊരു ആപത്ത് വരാൻ പാടല്ലോ. നമ്മൾ അതിൻ്റെ ഒരു ചിന്തിച്ച് നോക്കിയാൽ മതി. ഭയങ്കര എനിക്ക് മാനസികമായിട്ടൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഒന്നാമത്തെ കാര്യം ആരും ഇല്ലെന്നേ. ഇതൊന്നും നമുക്കൊരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിടാനും ഈ പേപ്പറുകളുണ്ട് കൊടുക്കാനും എടുക്കാനും ആരും ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു അത്യാവശ്യത്തിന് ഒരു ആളിങ്ങനെ ഇപ്പോൾ വേണം അത് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അല്ല അറേഞ്ച് ചെയ്ത് വിടുന്ന കാര്യം ഒത്തിരി കഷ്ടപ്പാട്ടുള്ള കാര്യമായിരുന്നു. ഒരുപാട് വട്ടം ഇതിനു വേണ്ടി ഇറങ്ങി നടന്നതാണ്. സ്റ്റേഷനിൽ പോയതും ഈ അക്ഷയയിൽ തന്നെ പല വട്ടം പല പേപ്പറിലും കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതൊക്കെയായിരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ഒരു ആക്സിഡൻറ്റ് പറ്റിയത്. പിന്നെ നമ്മുടെ സംഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ ഇത്തിരി നല്ല രീതിക്ക് വേദന അനുഭവിച്ചായിരുന്നു. ആർക്കും അങ്ങനെയൊക്കെ അനുഭവപ്പെടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം അഭിപ്രായമായിട്ട് പറയാം. ഒന്ന് കക്കൂസി പോകാൻ തന്നെ ഭയങ്കര പാടാണ്. ഈ കാല് കൊണ്ട് നമുക്ക് നേരെ ഇരിക്കാനോ ഒന്ന് വാഷ് ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല. ഭയങ്കര വിഷമം തോന്നിയായിരുന്നു. കാരണം നമ്മളൊരു കറാമ്പറപ്പോ അല്ലെങ്കിൽ ഒരു ഇത് കുഴപ്പം കൊണ്ടോ സംഭവിച്ചതല്ല. ഞാൻ എൻ്റെ ഒരു വൈഫിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലോട്ടൊന്ന് വളവ് തിരിഞ്ഞപ്പോഴാണ് സംഭവിച്ചത്. പിന്നെ ഫായ്തിന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ, ഭാര്യയോ കൊച്ചോ ഒന്നും ഇല്ലായിരുന്നു. ആ കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. കാരണം അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇത് സംഭവിച്ചിരുന്നു. അപ്പം അറിയാമല്ലോ എന്തായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അക്കാര്യത്തിൽ സമാധാനമുണ്ട്. പിന്നെ ഇൻഷുറൻസിൻ്റെ കേസ് പറയാൻ ഞാൻ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് കിട്ടാനുള്ള ഒരു ഇതുണ്ടല്ലോ, നമുക്ക് എത്ര എമൗണ്ട് കിട്ടുമെന്നുള്ള കാര്യം അറിയണമല്ലോ. അങ്ങനെ യമഹയിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എമൗണ്ട് ചോദിച്ചു. പറഞ്ഞു 5300 ചില്ലറയാണെന്ന് പറഞ്ഞപ്പം ഒരു 3000 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. കാരണം അങ്ങനെയാണ്. പിന്നെ അവർക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. നമുക്കൊരിത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വേണം അപ്ലൈ ചെയ്ത് അതിന് കുറവ് വരും. പക്ഷെ അങ്ങോട്ട് പഠിക്കുക എമൗണ്ട് ഒരു 9500 രൂപ. ആലോചിച്ച് നോക്കിയാൽ 9500 രൂപ. പക്ഷെ നമുക്ക് ഒരു അപകടം പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും കുറയ്ക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറെ സംഭവം ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മുടെ വണ്ടി ആക്സിഡൻറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, അതായത് എനിക്കിപ്പം പട്ടിയെടുത്ത് കുറുക്കിയാടിയാണ് വണ്ടി ആക്സിഡൻറ്റ് പറ്റിയത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്ക് വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി കൊണ്ട് ഇടിച്ചാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒരു തമാശയായിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് വല്ല ആക്സിഡൻറ്റിനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരിയെങ്കിലും ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോയി വേറെ ആയാലും വണ്ടി കൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടുക, എന്നിട്ട് അത് വീഴുക, എന്നിട്ട് അതിൻ്റെ ഇൻഷുറൻസ് മേടിച്ചെടുക്കാൻ നോക്കുക. സങ്കടം കൊണ്ട് പറഞ്ഞാൽ കേട്ടോ, അത് നമുക്ക് അതൊന്നും കിട്ടാത്തത് കൊണ്ടുള്ള വിഷമം കൊണ്ട് പറഞ്ഞാൽ, അല്ലാതെ കളിയാക്കിയതോ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയത്. നമുക്ക് നമ്മുടെ ഈ വണ്ടി ഓടിച്ചാണ് ഇതിൽ GD റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ തിരക്കി കേട്ടോ, ഒരുപാട് തിരക്കി. അവസാനം ഒരു വക്കീലിൻ്റെ അടുത്ത് വരെ തിരക്കിയപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വണ്ടിയായിട്ടുള്ള തേർഡ് പാർട്ടി വെച്ചേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് ഫുൾ കവറേജാണ്, ഈ വണ്ടിയിൽ നിന്ന് വീണതല്ലേ. എനിക്ക് 50,000 രൂപ കേട്ടോ ഈ ബില്ല് എമൗണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ കിട്ടാനുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വഴിയില്ല. അത് നമ്മൾ വേറൊരു വണ്ടിയായിട്ട് മാത്രമേ തേർഡ് പാർട്ടി ചെയ്യാൻ പറ്റുള്ളൂ. നിനക്ക് ഫുൾ കവറേജ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടാൻ യാതൊരു വഴിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താ, നമ്മൾ പിന്നെ ഇത് തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾക്ക് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമ്മൾ കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നോക്കിയാൽ ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടി പോയതുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും. നമുക്കേ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഇതൊക്കെ, എല്ലാ അനുഭവങ്ങളാണ്.
ഞാൻ ഷോറൂമുകാരത്തൊക്കെ പറയുന്നത് പറഞ്ഞാൽ നമുക്കൊന്ന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു മനസാക്ഷിയോടെ നിൽക്കുക. നിങ്ങൾ ഇതാണ് കണ്ടു വളർന്നത്, ഇതാണ് നിങ്ങളുടെ ശീലം, അങ്ങനെയുള്ള രീതിയിലൊന്നും നിൽക്കരുത്. ഒരു ആക്സിഡൻ്റ് നിങ്ങൾക്ക് ഏത് രീതിയിലും എടുക്കാം. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ വളരെ മാന്യമായിട്ടും ഡീസൻ്റ് ആയിട്ടൊക്കെ പെരുമാറി എടുത്തതും ഈ അവസാനം നമ്പർ പ്ലേറ്റിൻ്റെ കേസൊക്കെ എന്തോ നമ്മളെല്ലാവരും വരെ വട്ടാക്കുന്ന രീതിയിലാണ് പുള്ളി കാണിച്ചത് എടുത്തത്. എമൗണ്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പുള്ളിക്കൊന്ന് ഒരു 8 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്രയും എമൗണ്ട് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വണ്ടി റെഡിയാകുമ്പോൾ ഒന്ന് എടുത്തോന്ന് ഒരു വാക്കെങ്കിലും പറയായിരുന്നു. ഇല്ല, എല്ലാത്തിനും ഒരു സോറി ഞാനത് ശ്രദ്ധിച്ചില്ല, സോറി ഞാനത് ഓർത്തില്ല. അത് ഷോറൂമിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ സ്വഭാവമൊക്കെ മാറി പല രീതിക്കൊക്കെ ആവുമെന്നൊക്കെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു ക്യാരക്ടർ. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യനല്ലേ നമ്മളൊക്കെ. മനുഷ്യന്മാരെ തിരിച്ചറിഞ്ഞല്ലേ പിന്നെ വേറെ ആരെ തിരിച്ചറിയുന്നത്? സാഹചര്യങ്ങളൊക്കെ ഒത്ത് നിങ്ങളേക്കുക. നിങ്ങളുടെ അടുത്ത് വന്ന് ഭയങ്കര മുണപ്പ് കാണിക്കുന്നവരും കടന്ന് ഭയങ്കര ഷോ കാണിക്കുന്നവരൊക്കെ കാണും. അവിടുത്തെ കാണിക്കും ഇങ്ങനെ ഒരു അത്രയും വലിയൊരു അപകടം പറ്റി കിടക്കുന്നത്, ഒരു എണിച്ചെടുക്കാൻ പോലും പറ്റാത്ത, ജോലിക്ക് പോലും പറ്റാൻ വയ്യാത്ത ഒരാളിൻ്റെ ഒരു വണ്ടി ഇങ്ങനെ നമ്മളെ ഷോറൂമിൽ കൊണ്ടു തന്നപ്പോൾ അത് നിങ്ങൾ ഇതാക്കുക. പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ വണ്ടി ഇത് റെഡിയാക്കാൻ പറ്റത്തില്ല, ഇത് ഇൻഷുറൻസ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അതവർ പറഞ്ഞത് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വണ്ടി കൊണ്ട് ഞാൻ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ ഇതിനെ കൊണ്ട് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ കാണുന്നതാണ്. ഈ വണ്ടി ഒട്ടുമിക്ക ഒരുപാട് പേര് ഈ എടുക്കാൻ നിന്നവർ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വണ്ടിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് ഷോറൂം കണ്ടീഷനിൽ തന്നെ തിരിച്ച് കിട്ടണം. എനിക്ക് വീണ്ടും റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് നല്ലതുപോലെ തന്നെ വണ്ടി വെച്ച് ചെയ്യണം. അല്ലാതെ സ്ക്രാച്ചുള്ള വണ്ടിയോ ഒന്നും വെച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അറിയാമല്ലോ, നമ്മളിപ്പോൾ ഇത് വണ്ടി തേങ്ങയാണ് മാങ്ങയാണെന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം പൊട്ടിച്ച് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് എനിക്കത് വണ്ടി ക്ലിയർ ആയിട്ട് കിട്ടണം. എനിക്കൊരു കൺസിഡറേഷന് വേണ്ടിയോ അതുകൊണ്ട് അവർ പേടിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു. ഞാൻ ഈ കാര്യം ആദ്യം പറഞ്ഞില്ലായിരുന്നു. ഞാൻ യൂട്യൂബറാണ്, എൻ്റെ വണ്ടിക്ക് ക്ലിയർ ആക്കി തരണം കേട്ടോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്നാൽ എനിക്ക് അതിനോട് താല്പര്യമില്ല. എല്ലാം നമ്മൾ നേരെ വഴി പോട്ടെന്നുള്ള ഇതാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഇതൊക്കെ. വല്ലാതെ നമ്മൾ ആദ്യം യൂട്യൂബറാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂസ് ഇടും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പുള്ളി സംസാരിച്ച വോയിസുകൾ കാര്യം പുള്ളി ഡീസൻ്റായിട്ടൊക്കെ തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. വളരെ ഡീസൻ്റായിട്ട് തന്നെയാണ് സംസാരിച്ചതും എടുത്തതും. ഏകദേശം ഒരുപാട് ചാറ്റ് ലിസ്റ്റ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വോയിസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ പ്രൈവസിയൊന്നും എടുത്ത് എടുക്കാനോ അതിന് വേണ്ടി അങ്ങനെയൊന്നും റീച്ച് ഉണ്ടാക്കാനോ എടുക്കാനോ താല്പര്യമില്ല. ഇതൊക്കെ ആർക്ക് സംഭവിക്കാം, ഇതൊക്കെയാണ് അനുഭവങ്ങൾ എന്നുള്ളതിന് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഈ ആലപ്പുഴ പോലെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ ഞാൻ എൻ്റെ ഇങ്ങനെ കയറിപ്പോണത് റോങ് ആണ്. അമ്മേ ദേവിയെ അവിടെ ആരും വരല്ലേ. ഓക്കെ, ഞാൻ ഇപ്പോൾ കയറി റോങ് ആണ് കേട്ടോ. അങ്ങനെ ആരും കയറാൻ പാടില്ല. ഞാൻ പിന്നെ ഈ ഹെൽമെറ്റിൻ്റെ ഫുൾ കവർ ഇട്ടുകൊണ്ട് എനിക്ക് സൈഡ് കാണാൻ പറ്റില്ലായിരുന്നു. സോറി, അങ്ങനെ ആരും കയറരുത് കേട്ടോ, അത് ഡേഞ്ചറാണ്. കാരണം അപ്പുറം നിന്ന് വണ്ടിയോ ബൈക്കോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇടി പറ്റും. അപ്പം ഞാൻ കുറേ നാളായാലും വീഡിയോ ഇട്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്തുകൊണ്ട് വീഡിയോ ഇട്ടുന്നില്ല, വണ്ടി കുറിച്ചൊന്നും പറയുന്നില്ല. ഒത്തിരി പേരെങ്കിലുമൊക്കെ വണ്ടി കാര്യങ്ങളൊക്കെ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടാത്തതിൻ്റെ കാര്യം ഇതാണ്. 3 മാസത്തോളം കാലം ഞാൻ ഈ ഒരു അവസ്ഥയിലായിരുന്നു. 54 ദിവസം വണ്ടി ഷോറൂമിൽ ഇരുന്നു. അതിൽ സഹൃദയരും നല്ല മനസ്സോടെ സഹകരിച്ച എൻ്റെ കേരള പോലീസിനും എൻ്റെ TVS ഷോറൂം ബ്ലോസം ആറ്റിങ്ങൽ, അതായത് ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്ങലിലുള്ള ബ്ലോസം ഷോറൂമിൽ എല്ലാവർക്കും ഞാൻ നന്ദി, ഓണാശംസകൾ അറിയിക്കുന്നു. എനിക്ക് അത്രയും പറയാനുള്ളത്. സത്യം ചിരിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. വണ്ടി എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട വണ്ടിയാണ്. ഞാൻ എടുത്താലും ഒരുപാട് ആഗ്രഹിച്ചതും ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ടൊക്കെ എടുത്തതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വണ്ടി സ്ക്രാച്ചാക്കി വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഉപയോഗിച്ചിരുന്ന വണ്ടി ഞാനൊരു 8 വർഷത്തോളം കാലം ജിക്സർ ഉപയോഗിച്ചിരുന്ന ആളാണ്. എന്നിട്ട് ഞാൻ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവസാനം ഇതിൻ്റെ 2-3 കാർബേറ്റിൻ്റെ പാർട്സൊക്കെ കിട്ടാനില്ലാതായി. അതെനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പലയിടത്ത് ഓടിയിട്ടും കിട്ടിയില്ല. അങ്ങനെ ഒരു വിഷമിച്ചാണ് ഞാൻ ആ വണ്ടി കൊടുത്തത്. പക്ഷേ ആ വണ്ടി ഉപയോഗിച്ചിരുന്ന കാലങ്ങളിൽ 8ാമത്തെ വർഷവും ഞാൻ ഈ വണ്ടിക്ക് പലയിടത്തും കൊണ്ടുപോയിക്കുമ്പോൾ പുതിയ വണ്ടി എടുത്താൽ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ അത്രയ്ക്ക് ഡീസൻ്റ് ആയിരുന്നു. അത് കഴുകി തേച്ചരച്ച് സോപ്പിട്ട് കഴുകി അങ്ങനെയല്ല, അത് എന്താ പറയുക, ഒരു നീറ്റ് കണ്ടീഷൻ. അത്യാവശ്യം മാസത്തിൽ ഒരു വട്ടമൊക്കെ പോളിഷ് ചെയ്യും, വൃത്തിയായിട്ട് കൊണ്ടു കിടക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് ചെയ്തുകൊണ്ട് നല്ലതായിട്ടൊക്കെ ഇരുന്നൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടിയും. പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നാലും അത് നല്ലതുപോലെ കൊണ്ടു കിടക്കണമെന്ന് കാണത്തില്ലേ, ആ ഒരു ഇഷ്ടം തന്നെയായിരുന്നു ഇത്. പിന്നെ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പല പല കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ജീവിതാനുഭവങ്ങൾ മാത്രമല്ല, വേറെ പലതും നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ഇപ്പോൾ കാലൊക്കെ ഏകദേശം നൂത്തും മടക്കൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
എന്നാലും നല്ല രീതിക്കായാലും ഒരു 70% ഓക്കെ ആയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല. 3 മാസം ആവാൻ പോകുന്നു. ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം പ്രതീക്ഷയല്ലേ. പക്ഷേ പ്രതീക്ഷ എന്നും പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് പല പണിയും കിട്ടും കേട്ടോ. എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.